നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. PSCയുടെ ഇഷ്ട ചോദ്യങ്ങൾ മാത്രം, PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം ഒരു കൃതിയാണ്. മാധവ് ഗാഡ്ഗിൽ അടുത്തിടെ രചിച്ചൊരു കൃതി, എക്കോളജിക്കൽ ജേർണീസ് ദി സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ. ഈ കൃതിയുടെ രചയിതാവ് ആര്? മാധവ് ഗാഡ്ഗിൽ ആണെന്ന് ഓർക്കുക. ചാൻസ് ഉള്ള ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇക്കോളജിക്കൽ ജേർണീസ് ദി സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ. അടുത്തത് ശൈലി ആപ്പ്. എന്താണ് ഈ ശൈലി ആപ്പ്? കേരള സർക്കാർ അടുത്തിടെ ഡെവലപ്പ് ചെയ്ത ആപ്പാണ് ശൈലി ആപ്പ്. ഇതിന്റെ ഉദ്ദേശം എന്ത്? ജീവിതശൈലി രോഗങ്ങൾ പരിശോധിക്കുക. ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഉദാഹരണം ഏതൊക്കെയാണ്? പൊണ്ണത്തടി, പക്ഷാഘാതം, അതുപോലെ പ്രമേഹം. ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. അപ്പൊ ഇവ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ അടുത്തിടെ ആരംഭിച്ച ആപ്പാണ് ശൈലി ആപ്പ്. ഓർക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഉള്ള രാജ്യം ഏത്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഉള്ളതെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ്. എഴുത്തച്ഛൻ പുരസ്കാരമാണ്. കേരള സർക്കാർ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത ബഹുമതി ആയതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? KG ശങ്കരപിള്ളയാണ്. KG ശങ്കരപിള്ള. അപ്പൊ പുരസ്കാരം പഠിക്കുമ്പോൾ 2-3 വർഷം പിന്നിലേക്കും കൂടെ പഠിക്കണം. ഞാൻ ഓൾറെഡി എഴുത്തച്ഛൻ പുരസ്കാരം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. 2024 വ്യക്തിയും കൂടി ഇവിടെ പറയുന്നുണ്ട്. 2024 പുരസ്കാര ജേതാവ് ആരാണ്? NS മാധവൻ. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ്. 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. NS മാധവൻ. അടുത്ത ചോദ്യം, 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 7ാം പതിപ്പിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏത്? 7ാം പതിപ്പ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 7ാം പതിപ്പ് ബീഹാർ ആണ് ആതിഥേയത്വം വഹിച്ചത്. ബീഹാർ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ചോദ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായ ചീഫ് സെക്രട്ടറി ആരാണ്? K ജയകുമാർ. ഇദ്ദേഹം സ്ഥാനമേറ്റ് കഴിഞ്ഞു. K ജയകുമാർ. PS പ്രശാന്ത് ആയിരുന്നു ഇദ്ദേഹത്തിന് മുന്നേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. ഇപ്പോ നിയമിതനായത് ആരാണ്? K ജയകുമാർ ആണ്. അടുത്തത് ഒരു AI ടൂൾ ആണ്. സംസ്ഥാനത്തെ കോടതികളിൽ ഉപയോഗിക്കുന്ന ഒരു AI ടൂൾ, അദാലത്ത് AI. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്? 2025 നവംബർ 1 മുതൽ സംസ്ഥാനത്തെ കോടതികളിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ, എന്തിനു വേണ്ടിയിട്ടാ? സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന AI ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അദാലത്ത് AI ആണ്. അദാലത്ത് AI. അടുത്തതും ഇമ്പോർട്ടന്റ്, കേരളത്തിലെ ആദ്യത്തെ AI ഇന്നവേഷൻ ഹബ്ബ്. ഇപ്പൊ എല്ലായിടത്തും AI ആണല്ലോ. അപ്പൊ AI-യുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കേരള സർക്കാരിന്റെ പദ്ധതികൾ ഓർക്കുക. കേരള സർക്കാർ എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർക്കുക. പിന്നെ AI-യുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഓർക്കുക. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ AI ഇന്നവേഷൻ ഹബ്ബ് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ല. കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാ? 2025 നവംബർ 1 2025 കേരള പിറവി ദിനത്തിലാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്തതും ഇമ്പോർട്ടന്റ്. ഈ ക്ലാസ്സിലെ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അത്രത്തോളം തെരഞ്ഞെടുത്താണ് തന്നിരിക്കുന്നത്. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത് ആണ് ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്തത് ഒരു സൈനിക സ്കൂളാണ്. ഈ സൈനിക സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട്. പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വൃന്ദാവനത്തിലാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത്. ഓക്കെ. അടുത്തത്, ഐക്യരാഷ്ട്ര സഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം ഏത്? ദക്ഷിണേഷ്യൻ രാജ്യമാണ് ജല കൺവെൻഷനിൽ ചേരുന്ന ബംഗ്ലാദേശ്. കഴിഞ്ഞ ക്ലാസ്സിൽ സീറോ ലൈനുകൾ എന്താന്ന് പറഞ്ഞില്ലേ? എന്താണ് ഓപ്പറേഷൻ സീറോ ലൈൻ? എന്ന് താഴെ കമന്റ് ചെയ്യൂ. ഓപ്പറേഷൻ സീറോ ലൈൻ എന്നാൽ എന്താണ്? അടുത്ത ചോദ്യം, ആഗോള പട്ടിണി സൂചിക
2025 ഇന്ത്യയുടെ റാങ്ക് എത്രാമത്? 102. അപ്പൊ പട്ടിണി സൂചികയിൽ 127 രാജ്യങ്ങളുടെ പട്ടികയിലാണ് 127 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെ സ്ഥാനം 102ാം സ്ഥാനം. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന, അപ്പൊ പട്ടിണി കൂടുതലുള്ള രാജ്യം എന്നാണ് അർത്ഥം. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? സൊമാലിയാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 102ാം സ്ഥാനമാണ്. 127 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ 102ാം സ്ഥാനത്ത് എത്തിയത്. കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് എറണാകുളം ബംഗളൂരു ആണ്. കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട്. ഓർക്കുക. അടുത്ത ചോദ്യം, ചരിത്രത്തിൽ തന്നെ ആദ്യമായി കുംഭമേള നടത്തുവാൻ തെരഞ്ഞെടുത്ത കേരളത്തിലെ പ്രദേശം ഏത്? ചരിത്രത്തിൽ തന്നെ ആദ്യമായി കുംഭമേള നടത്തുവാൻ തെരഞ്ഞെടുത്ത കേരളത്തിലെ പ്രദേശം തിരുനാവായ, മലപ്പുറം ജില്ലയിലെ തിരുനാവായയാണ്. മാമാങ്കം നടന്ന സ്ഥലം തിരുനാവായ, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നതല്ലേ. മാമാങ്കം തിരുനാവായയിലാണ് അരങ്ങേറിയിരുന്നത്. 2025 ജനസംഖ്യ പ്രൊജക്ഷൻ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനസാന്ദ്രതയേറിയ ജില്ല ഏതാണ്? നോർത്ത് 24 പർഗാനാസ് എന്ന ജില്ലയാണ്. നോർത്ത് 24 പർഗാനാസ്. അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ 94ാമത്തെ റംസാർ സൈറ്റ് ആണ് ഗോഗോ ബീൽ തടാകം. 92ഉം 93ഉം ബീഹാറിൽ നിന്ന് തന്നെയാണ് റംസാർ പട്ടികയിൽ ഇടം നേടിയത്. ഇപ്പോൾ 94ാമത്തെ റംസാർ സൈറ്റും ബീഹാറിൽ നിന്ന് തന്നെയാണ് ഇടം നേടിയിരിക്കുന്നത്. ബീഹാറിലെ ഒരു ഓക്സ്ബോ തടാകമാണ് ഗോഗോ ബീൽ തടാകം. ബീഹാറിലെ ഒരു ഓക്സ്ബോ തടാകം, ഓക്സിന്റെ ബോ പോലിരിക്കുന്ന തടാകം, ഈ ഒരു ഷേപ്പാണ്. ഓക്സ്ബോ തടാകമാണ് ഗോഗോ ബീൽ തടാകം. 94ാമത്തെ റംസാർ സൈറ്റ്. അപ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് എത്ര റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്? 94 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ റംസാർ സൈറ്റുകളുടെ എണ്ണം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പരീക്ഷയുടെ തലേദിവസം വരെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. 94 റംസാർ സൈറ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ളത്. 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയാണ്? പാലക്കാട്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം 2025 വേദി പാലക്കാടാണ്. ആസിയാൻ കൂട്ടായ്മയിൽ അംഗമായ 11ാമത് രാജ്യം ഏത്? അല്ലെങ്കിൽ ആസിയാൻ കൂട്ടായ്മയിലെ 11ാമത് അംഗരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ കിഴക്കൻ തിമോർ ആണ്. കിഴക്കൻ തിമോർ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ച കേരളത്തിലെ നഗരമാണ് കൊച്ചി. കൊച്ചി നഗരത്തെ മാലിന്യമുക്ത നഗരമായിട്ട് പ്രഖ്യാപിച്ചു. എന്തിന്റെ ഭാഗമായിട്ട്? മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് വന്നാലോ. മാധവ് ഗാഡ്ഗിലിന്റെ കൃതി ഓർക്കുക, ഇക്കോളജിക്കൽ ജേർണീസ്, ദി സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ. ശൈലി ആപ്പ്, ജീവിതശൈലി രോഗങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണ്. ഓസ്ട്രേലിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഉള്ളത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. ബീഹാറാണ് 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് K ജയകുമാർ ആണ്. അദാലത്ത് AI എന്നത് കോടതികളിൽ, സംസ്ഥാന കോടതികളിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന AI ടൂളാണ്. കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത്. കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2025 നവംബർ 1. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. വൃന്ദാവനം പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ. ബംഗ്ലാദേശ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം. ആഗോള പട്ടിണി സൂചിക 2025 ഇന്ത്യയുടെ റാങ്ക് 102, ഏറ്റവും പിന്നിൽ സൊമാലിയ. ഇനി കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് എറണാകുളം ബംഗളൂരു. മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി കുംഭമേള കേരളത്തിൽ നടത്താൻ തീരുമാനിച്ചത്. നോർത്ത് 24 പർഗാസസ് ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജില്ല. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 94. 94ാമത്തെ റംസാർ സൈറ്റ് ഗോഗോബിൽ തടാകം, ബീഹാറിലെ ഒരു ഓക്സ്ബോ തടാകമാണ്. പാലക്കാടാണ് 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി. ആസിയാൻ കൂട്ടായ്മയിലെ 11ാമത് അംഗരാജ്യം കിഴക്കൻ തിമോർ. മാലിന്യ മുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത് കൊച്ചിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ ലെവൽ പരീക്ഷയ്ക്കും 10th ആവട്ടെ, 12th ആവട്ടെ, ഡിഗ്രി ആവട്ടെ, എല്ലാ പരീക്ഷയ്ക്കുള്ള കോഴ്സുകൾ ആപ്പിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും വേഗം തന്നെ കയറി നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.